പടം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലത്തെ പടം കണ്ടിട്ടില്ല. ഇതിൽ തീർച്ചയായും അഭിനയത്തിൽ ഒരു ദേശീയ അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. കേരളത്തിൽ നമ്മൾ എല്ലാവരും റിലീസുണ്ട്. നമ്മൾ പാലക്കാട് വിക്രം ഫാൻസിൽ 3 തിയേറ്റർ പാലക്കാട് സത്യയിലുണ്ട്, ദേവദുർഗുണ്ട്, അരോമയുണ്ട്. തീർച്ചയായും ഫാമിലിയായിട്ട് എല്ലാവരും കാണേണ്ട ഒരു പടമാണ്. വിക്രം സാറിന് ഇതുവരെ കാണാതെ നമുക്കൊരു അഭിനയം ഇതിൽ കാണാൻ പറ്റി. എങ്ങനെയുണ്ട്? കാണാം. വിക്രമിന്റെ അഭിനയം നന്നായിട്ടുണ്ട്. ചേട്ടാ എങ്ങനെയുണ്ട് സിനിമ? കാണാം. എങ്ങനെയുണ്ട് ചേട്ടാ? എങ്ങനെയുണ്ട് പടം? ചേട്ടാ എങ്ങനെയുണ്ട്? കാണാം. എങ്ങനെയുണ്ട്? നല്ല പടം. ചേട്ടാ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ചേട്ടാ പടം? സൂപ്പർ. ചേട്ടാ എങ്ങനെയുണ്ട് പടം? നന്നായിട്ടുണ്ട്. நல்லா இருக்குண்ணே. വിക്രം ആക്ടിങ് സൂപ്പർ. എങ്ങനെയുണ്ട്? ചേട്ടാ എങ്ങനെയുണ്ട്? ചേട്ടാ എങ്ങനെയുണ്ട് പടം? കുഴപ്പമില്ല, സൂപ്പറായിട്ട് വിക്രമിൻ്റെ അഭിനയം എല്ലാം കൊണ്ടും സൂപ്പറായിട്ട് നന്നായിട്ട് കാണാം. സൂപ്പർ പടം സൂപ്പറായിരുന്നു. കുഴപ്പമില്ല. ചേട്ടാ എങ്ങനെയുണ്ട് പടം? കുഴപ്പമില്ല. പടം സൂപ്പറാണ്. ചേച്ചി പടം എങ്ങനെയുണ്ട്? നല്ല മൂവി. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? നല്ല പടം. ചേട്ടാ എങ്ങനെയുണ്ട് പടം? ഗ്രേറ്റ് മൂവി. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ട്. ചേട്ടാ എങ്ങനെയുണ്ട്? വിക്രമിൻ്റെ അഭിനയം സൂപ്പർ. ഒരു മ്യൂസിക് ബീജിയം കുഴപ്പമില്ല. ഒരു നാഷണൽ അവാർഡ് കിട്ടാനുള്ള ഒരു അഭിനയ ക്വാളിറ്റി ഉണ്ട്. പടം പൊളിയാണ്. പൊളിച്ചു. അവന് 100 കോടി. പടം സെറ്റാണ്. നല്ല ക്യാമിയ റോളൊക്കെ സൂപ്പറായിട്ടുണ്ട്. അടിപൊളി. അത് സെറ്റാണ്. നമുക്ക് വേറെ ലെവൽ ക്യാമിയ ഫൈറ്റ് ചാൻസ് ഇല്ല. ചേട്ടാ എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? படம் சூப்பரா இருக்கு. സൂപ്പറാണ്. സൂപ്പർ ചേട്ടാ എങ്ങനെയുണ്ട് പടം? സൂപ്പർ പടം, സൂപ്പർ. ഒന്നും പറയില്ല, ക്ലാസിക് മൂവിയാണ്. വികസ് സാർ ഇതുവരെ കാണാത്തൊരു അഭിനയം കാണിച്ചു. പാലക്കാട് 3 തിയേറ്ററിലുണ്ട്. എല്ലാവരും കാണുന്ന സൂപ്പർ സിനിമ, അടിപൊളി, സൂപ്പർ. சூப்பர் இல்ல. നല്ല പടം. വിക്രം നന്നായി അഭിനയിച്ചിട്ടുണ്ട്. രഞ്ജിത്ത് സൂപ്പർ. നല്ല സൂപ്പർ. അത് ആക്ടിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ആ തങ്കളാൻ ഗോൾഡ്. എങ്ങനെയുണ്ട്? അടിപൊളി, നന്നായിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? നല്ല പടം. നന്നായിട്ടുണ്ട്. കണ്ടിരിക്കുന്നു. ചേട്ടാ എങ്ങനെയുണ്ട് പടം? കുഴപ്പമില്ല. ചേച്ചി സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ബ്രോ എങ്ങനെയുണ്ട്? ചേട്ടാ എങ്ങനെയുണ്ട് പടം? നന്നായിട്ട് സൂപ്പറായിട്ട്. എങ്ങനെയുണ്ട് സിനിമ? நல்லது. ചേട്ടാ എങ്ങനെയുണ്ട് പടം? കുഴപ്പമില്ല. സൂപ്പർ സിനിമ. സൂപ്പർ. ചേട്ടാ എങ്ങനെയുണ്ട്? സൂപ്പറായി. ചേട്ടാ എങ്ങനെയുണ്ട് പടം? പടം കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. നമ്മുടെ ആളാണ് ചെയ്യാൻ. ഓ ചേട്ടാ എങ്ങനെയുണ്ട്? നന്നായിട്ട്. വിക്രമിന്റെ ആക്ടിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ആരെങ്കിലും മേക്കിംഗ് എങ്ങനെയുണ്ട്? ഒരു മറ്റേ 1000-ലൊരുവൻ്റെ ഒരു ടൈപ്പായിട്ട് ആ മോഡലല്ല, എന്നാലും കുറച്ച് ഫിക്ഷൻ, കുറച്ച് അടിപൊളിയായിരുന്നു. ബ്രോ എങ്ങനെയുണ്ട്? ബുദ്ധിസം പറയുന്നുണ്ട്. കുറച്ച് ഡെപ്തായിട്ട് എടുത്തിട്ടുണ്ട്, പക്ഷേ സ്ലോ ആണ് സ്ക്രീൻ പ്ലേ സ്ലോ ആണ്. പക്ഷേ ലാസ്റ്റ് ആകുമ്പോൾ നന്നായിട്ടുണ്ട്. കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാവണം. ബുദ്ധിസം കുറച്ച് അറിഞ്ഞാൽ ലീഡ് പോലെ തന്നിട്ടുണ്ട്. ഇനി എന്താണെന്ന് അവർ ക്ലിയർ ആയി പറഞ്ഞിട്ടില്ല. താങ്ക് യു. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമാണ്. ചേട്ടാ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടായിരുന്നു. പടം ഭയങ്കര ഒരു മിസ്റ്ററിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ അറിയില്ല, പക്ഷേ നല്ല പടമാണ്. ചെയ്യാൻ്റെ നല്ലൊരു പിന്നെ നല്ല പെർഫോമൻസാണ് കേട്ടോ. ചെയ്യാൻ മാത്രമല്ല, അതിൽ അഭിനയിച്ചില്ല എല്ലാവരുടെയും. പാരൻസിന്റെ മേക്കിംഗ് എങ്ങനെയുണ്ടായിരുന്നു? പാരൻസിന്റെ മേക്കിംഗ് അഫ്കോഴ്സ് അത് പറയേണ്ട ആവശ്യമില്ല. നല്ല മേക്കിംഗ് ആണ്. ഞാൻ പറഞ്ഞത് ഇത് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. അതെ, പക്ഷെ നല്ല പടമാണ്. എങ്ങനെയുണ്ടാ? കുഴപ്പമില്ല, നല്ലൊരു പടമാണ്. മേക്കിംഗ് എല്ലാം നന്നായിട്ട് തന്നെ ഉണ്ട്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു പടമാണ്. കുഴപ്പമൊന്നുമില്ല. വിക്രമൊക്കെ നന്നായിട്ട് ഒറിജിനൽ സ്റ്റോറിയാണ്. പിന്നെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വിക്രം. കുഴപ്പമില്ല, നല്ലൊരു പടം. എല്ലാവരും കാണണം. കോളാർ മൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പടമാണ്. കുഴപ്പമില്ല, വൃത്തിയുണ്ട്. ഓസ്കാർ ഒന്നുകൂടി രണ്ടു പറഞ്ഞാൽ പോവുകയാണ്. ഡ്യൂട്ടി ഉണ്ട്. കേരള തമിഴ്നാട് എല്ലാവരും റിലീസുണ്ട്. വികസനം നമ്മൾ എത്രയും പടം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലത്തെ പടം കണ്ടിട്ടില്ല. ഇതിൽ തീർച്ചയായും അഭിനയത്തിൽ ഒരു ദേശീയ അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. കേരള തമിഴ്നാട് എല്ലാവരും റിലീസുണ്ട്. നമ്മൾ പാലക്കാട് വിക്രം ഫാൻസിൽ 3 തിയേറ്റർ പാലക്കാട് സത്യയിലുണ്ട്, ദേവദുർഗുണ്ട്, അരോമയുണ്ട്. തീർച്ചയായും ഫാമിലിയായിട്ട് എല്ലാവരും കാണേണ്ട ഒരു പടമാണ്. വിക്രം സാറിന് ഇതുവരെ കാണാത്ത നമുക്കൊരു അഭിനയം ഇതിൽ കാണാൻ പറ്റി. എല്ലാം സൂപ്പറായിട്ട് ക്ലാസിക് മൂവി. അതേപോലെ പശുപതി, പാർവതി, തിരുവനന്തപുരത്ത് വിക്രം സാറ് എല്ലാം നന്നായിട്ടുണ്ട്. ക്ലാസിക് മൂവിയാണ്. തീർച്ചയായും എല്ലാവരും ഫാമിലിയായിട്ട് എല്ലാം കാണാൻ പറ്റിയൊരു പടമാണ്. എന്നാലും വലിയൊരു ഹിറ്റായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കേരള തമിഴ്നാട് എല്ലാവരും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായും എല്ലാം സൂപ്പർ മൂവി. ഓക്കെ, താങ്ക് യു. ഞാൻ കണ്ടിട്ടില്ല. ചേട്ടാ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എങ്ങനെയുണ്ട്?
நல்லா இருக்கு படம். சியா விக்ரமோட ஆக்டிங் எல்லாம் சொன்னாரு. அதான் பயங்கரமான ஆக்டிங். அப்போக்கால் விட்ட மாதிரி இருக்கு படம். அந்த ஒரு வைப்பில் இருக்கு படம். படம் அருமையாக இருக்கு. ஜிவியோட மியூசிக் எல்லாம் பார்த்தா மியூசிக் பயங்கரமாக இருக்கு. அதை தாங்குற அளவுக்கு சிஸ்டம் இங்கே இல்லை. பார்வதி எல்லாம் நல்லா ஆக்டிங், நல்லா பயங்கரமான ஆக்டிங். ஒரு விக்ரமோட ஆமாம், கம்பேக். இது தமிழ் படமான்றது நம்ம சந்தேகமாக இருக்குது. அந்த அளவுக்கு படம் இன்டர்நேஷ்னல் லெவலில் எடுத்துருக்காங்க மேக்கிங். செகண்ட் பார்ட் வருமா? அது அந்த மாதிரி ஏதாச்சும் அந்த மாதிரி லீடு எதுவும் இல்லை. ஃபர்ஸ்ட் பார்ட் மட்டும் தான். வந்தால் வரும் செகண்ட் பார்ட் மேபி. எஸ் ബ്രോ എങ്ങനെയുണ്ട്? പടം സൂപ്പറായിട്ടുണ്ട്. അടിപൊളി പടമാണ്. സ്റ്റോറി വൈസ് നല്ല സ്റ്റോറി. ഇന്റർനാഷണൽ മേക്കിംഗ് ആയിരുന്നല്ലേ? മേക്കിംഗ് എല്ലാം സൂപ്പറായിരുന്നു. നാഷണൽ അവാർഡ് പ്രതീക്ഷിക്കാല്ലേ ചെയ്യാൻ? നാഷണൽ അവാർഡ് അതറിയില്ല, എന്നാലും ഉണ്ടാവും, പ്രതീക്ഷിക്കാം. പശുപതിയൊക്കെ നന്നായിട്ട് പോയി. പശുപതി അതെ അടിപൊളിയാണ്. പാർവതി നല്ല അഭിനയിക്കുന്നു. പിന്നെ ജീവിയുടെ BGM മ്യൂസിക്. ജീവിയുടെ BGM എന്ന് പറയാൻ ആള് എന്തൊക്കെ എവിടെയൊക്കെ ഇടാൻ പറ്റുന്നുണ്ടോ അത്രയും നന്നായിട്ട് നല്ല ഇമ്പാക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ സ്റ്റോറി വൈസ് ആണെങ്കിലും ശരി, സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ശരി, ഫിലിം വൈസ് എല്ലാം, അതായത് നമ്മൾക്ക് ആ ഇമോഷൻ എത്തിക്കുന്നുണ്ട്. ഇതിലൊരു മിത്ത് ഉണ്ട്. അത് മിത്ത് നമുക്ക് കറക്റ്റായിട്ട് കൺവിൻസിങ് ആവുന്നുണ്ട്. എഡിറ്റിംഗ് വേറെ ലെവലിൽ ചെയ്യാൻ, അഭിനയം ചെയ്യാൻ വിക്രം. കുറേ കോൺട്രവേഴ്സികൾ വന്നു. ആളുടെ ഫാൻസിനെ കുറിച്ചിട്ട് ടോപ്പ് 1 ടോപ്പ് 2 എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആളുടെ അടുത്ത് മുട്ടായി ഈ ഇന്ത്യൻ സിനിമയിൽ വേറെ ആളില്ല, തമിഴ്നാട്ടിലും ഇല്ല. അത് വേറെ വിഷയം. അത് നമ്മൾ ഫാനിസം വെച്ച് പറയല്ല. കാലിഷ്യൂ ആയിട്ടുണ്ട്. ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടിട്ടുണ്ട്. മറ്റേ രാവണൻ, പിതാമഹൻ, ഇങ്ങനെ ഈ പടങ്ങളിലേക്കാളും ഒരുപാട് റിസ്ക് എടുത്തെടുത്ത പടമാണ്. അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മളൊരു പണ്ടൊരു 1000 കണ്ടിട്ട് ഫീൽ ചെയ്യുക, അതിൻ്റെ ഒരു ആ ലെവലെത്തിയില്ലെങ്കിലും ഒരു ലെവലിലേക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ജനങ്ങൾ ഏറ്റെടുക്കും. നല്ല സിനിമ മൈൻഡുള്ളവർ ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നല്ല പടമാണ്. ഫാനിസം വെച്ച് പറയല്ല. വാരഞ്ജിത്തിന്റെ പടം ആള് വന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇത്രയും എടുത്ത പടങ്ങളിൽ ഏറ്റവും ഒരു പടിക്ക് 2 പടി മേലെ നിൽക്കുന്ന പടമായിരിക്കും. നല്ല ഉറപ്പുണ്ട്. നല്ല പടം കാണണം എല്ലാവരും. തിയേറ്ററിൽ തന്നെ ഈ പടം കാണുന്ന എൻ്റെ അഭ്യർത്ഥനയാണ്. തിയേറ്ററിൽ തന്നെ കാണണം. അത്ര എക്സ്പീരിയൻസ് ആണ്. തമിഴ്നാട്ടിലൊക്കെ അത്യാവശ്യം നല്ല റിപ്പോർട്ടാണല്ലേ? അതെ. ഓക്കെ.